നമസ്കാരം. നവീൻ ബാബുവിനെ കുറിച്ച് ഇപ്പോൾ ആരും ചർച്ച ചെയ്യുന്നേയില്ല. നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് ഇപ്പോഴും സംശയമാണ്. ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജി തള്ളപ്പെട്ടു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തതയും ഒരിടത്തും വന്നിട്ടില്ല. ഹണി റോസിന് കിട്ടുന്ന നീതി എന്തുകൊണ്ട് മഞ്ജുഷയ്ക്ക് കിട്ടുന്നില്ല എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരിയായ PP ദിവ്യ എന്ന CPMൻ്റെ വനിതാ നേതാവ് ഇപ്പോൾ പരമാധികാരിയായി അതിലെ ചുറ്റി നടക്കുന്നു എന്നതാണ്. അവർക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളൊക്കെ പിന്നീട് മാറ്റിക്കൊടുത്തു. അവരിപ്പോഴും മുഴുവൻ സമയ പാർട്ടി പ്രവർത്തനവുമായി വാഹനത്തിൽ ഊരു ചുറ്റുകയാണ്. കേരളം കണ്ട ഏറ്റവും നികൃഷ്ടമായ കൊലപാതകങ്ങളിൽ ഒന്നായ പെരിയയിലെ കുട്ടികളെ നിഷ്കരുണം വധിച്ച കേസിലെ പ്രതികളെ ജയിലിൽ പോയി കാണുകയും അവരെ ജയിലിൽ നിന്ന് ആവേശപൂർവ്വം സ്വീകരിച്ച് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തവരിൽ PP ദിവ്യ ഉണ്ടായിരുന്നു. CPM എക്കാലത്തും ക്രിമിനലുകൾക്കും കൊലപാതകങ്ങൾക്കും ഒപ്പമാണ് എന്നതിൻ്റെ തെളിവാണത്. CBI കോടതി വിചാരണ നടത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷിച്ച ആളുകളാണ് പുറത്തേക്ക് വന്നിരിക്കുന്ന 4 CPM നേതാക്കൾ. തൽക്കാലം അവരുടെ ശിക്ഷയ്ക്ക് ഹൈക്കോടതി സ്റ്റേ കൊടുത്തു എന്നല്ലാതെ അവർ കുറ്റവിമുക്തരായിട്ടില്ല, നിരപരാധികളാണെന്ന് കണ്ടെത്തിയിട്ടില്ല. എന്നിട്ടും ഹൈക്കോടതി അവരെ നിരപരാധികളെ വിധിച്ചു എന്ന തരത്തിൽ CPMകാർ ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ മുൻപിൽ നിൽക്കുന്നത് PP ദിവ്യ എന്ന ഒരാളുടെ മരണത്തിന് കാരണക്കാരിയായ വനിതാ നേതാവും. വല്ലാത്തൊരു വിധി വൈപരീത്യമാണത്. അതല്ല അതിൻ്റെ ഏറ്റവും വലിയ രസം. ഹണി റോസിന് നീതി കിട്ടിയപ്പോൾ PP ദിവ്യയ്ക്കും നീതി വേണമെന്ന് തോന്നുന്നു. PP ദിവ്യയുടെ നീതി എന്ന് പറയുന്നത് അഹങ്കാരത്തെ വിമർശിച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെയുള്ള നീതിയാണ്. PP ദിവ്യ അഹങ്കാരത്തിൻ്റെ പ്രതീകമായി പ്രസംഗം നടത്തി ഒരു മനുഷ്യൻ്റെ ജീവനെടുത്തു. അതിനെ അപലപിച്ചുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടു. പല യൂട്യൂബുകാരും അതിനെ വിമർശിച്ചു. അതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കണം എന്നാണ് PP ദിവ്യയുടെ ആവശ്യം. ദിവ്യയുടെ ആവശ്യപ്രകാരം മാധ്യമപ്രവർത്തകനായ രാജൻ ജോസഫ് അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അവർക്കൊക്കെ പിന്നീട് ജാമ്യം കിട്ടുകയായിരുന്നു. അതിൽ ദിവ്യ സന്തുഷ്ടയല്ല. ഹണി റോസിന് കിട്ടിയതുപോലെ തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ടവരെ മുഴുവൻ ജയിലിലടക്കണം എന്നാണ് ദിവ്യയുടെ ആഗ്രഹം. ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിൽ നീതി എങ്ങോട്ടാണ് പോകുന്നതെന്ന്. PP ദിവ്യയ്ക്ക് രാജ്ഞിയെപ്പോലെ ഇപ്പോഴും നാട് ഭരിക്കാം. അതേസമയം മഞ്ജുഷയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. മഞ്ജുഷയെ അപമാനിച്ചവർക്കെതിരെ ഒരു പരാതിയുമില്ല, അന്വേഷണവുമില്ല. നിരപരാധിയായിരുന്നിട്ടും മരണത്തിന് കീഴടങ്ങിയ മഞ്ജുഷയുടെ ഭർത്താവ് നവീൻ ബാബുവിനെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്തവർക്കെതിരെ നടപടിയൊന്നുമില്ല. എന്നാൽ കൊലപാതക കുറ്റം വേണമെങ്കിൽ ചുമത്താവുന്ന ആത്മഹത്യാ പ്രേരണ കുറ്റം പിണറായിയുടെ പോലീസ് തന്നെ ചുമത്തി ജയിലിലടച്ച PP ദിവ്യയെ കുറ്റം പറഞ്ഞവരെ ശിക്ഷിക്കാത്തതാണ് ദിവ്യയുടെ വേദനയ്ക്ക് കാരണം. കഷ്ടം ദിവ്യയ്ക്കും ഹണി റോസ് ആകണമെന്ന്. PP ദിവ്യയുടെ വിചിത്രമായ ആ പോസ്റ്റ് മുഴുവൻ വായിച്ചു കേൾക്കുന്നത് രസകരമായിരിക്കും. കാരണം ദിവ്യ വളരെ ഹൃദയവേദനയോടുകൂടി മനസ്സിൽ നിന്നും എഴുതിയതാണല്ലോ. ദിവ്യ ഇങ്ങനെ എഴുതുന്നു: സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾ, അപമാനങ്ങൾ വർദ്ധിക്കുകയാണ്. സർവ്വമേഖലയിലും സ്ത്രീകളുടെ കടന്നുവരവ് അവളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അതിൽ അസ്വസ്ഥമാവുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ചിലർക്ക് എന്ത് അശ്ലീലവും വിളിച്ചു പറയാൻ ഒരിടം. അത്തരം ആളുകളുടെ മുഖം പലപ്പോഴും അദൃശ്യമാണ്. അമ്മയോടും പെങ്ങളോടും ഭാര്യയോടും ഉള്ള സമീപനം എന്താണോ അത് തന്നെയാണ് ഇത്തരക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെയ്യുന്നത്. അശ്ലീല കഥകളുണ്ടാക്കി ഓൺലൈൻ ചാനൽ വഴി പണമുണ്ടാക്കുന്ന കുറേ എണ്ണം വേറെ. വയറ്റിപ്പിഴപ്പിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്. അന്തസ്സുള്ള വല്ല പണിക്കും പോയി മക്കൾക്ക് വയറ് നിറയ്ക്കേ. ഹണി റോസിന് കിട്ടിയ നീതി എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞ് ദിവ്യ അശ്ലീല കമൻ്റിട്ട ഒരാളുടെ വിശദാംശങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ദിവ്യ പറഞ്ഞത് ശരിയാണ്. തീർച്ചയായും അദൃശ്യമായി ഒളിഞ്ഞിരുന്നു കൊണ്ട് വൃത്തികേട് പറഞ്ഞ് ആനന്ദിക്കുന്ന ഞരമ്പന്മാർ സോഷ്യൽ മീഡിയയിൽ നിറയെയുണ്ട്. പക്ഷേ ഈ ഞരമ്പന്മാരിൽ മുമ്പന്മാർ സഖാക്കളാണെന്ന് മറക്കരുത്. ഈ വ്യക്തിഹത്യക്കാരിൽ മുമ്പിൽ നിൽക്കുന്നത് ദിവ്യയുടെ ആളുകളാണെന്ന് മറക്കരുത്. മാത്രമല്ല, ദിവ്യയ്ക്ക് ഇത്രയും പൊള്ളാൻ കാരണം ദിവ്യ എടുത്ത ഒരു നിലപാടിൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഗമായി ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു അസാധാരണ മനുഷ്യൻ അവസാനിപ്പിച്ചപ്പോഴാണ്. ദിവ്യ മറക്കരുത് മഞ്ജുഷ എന്ന സ്ത്രീയെ, അവരുടെ വേദനയെ, അവരുടെ ദുഃഖത്തെ, അവരുടെ നിരാശ്രയത്തെ. അവരുടെ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം മരണത്തിന് കാരണക്കാരെന്ന് അവർ കരുതുന്നവർ തന്നെ നടത്തുന്നു എന്ന ഗതികെട്ടൊരു വിധിയുണ്ട്. ഇതൊന്നും മറക്കരുത്. ദിവ്യ സ്ത്രീകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുമ്പോൾ മറക്കരുതാത്തത് ദിവ്യയെപ്പോലെ പ്രിവിലേജ്ഡ് അല്ല എല്ലാ സ്ത്രീകളും എന്ന സത്യമാണ്.